ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. വാട്ടർ ഡാൻസിന്റെ സമയം കറക്റ്റ് ആക്കി വന്നതോടുകൂടി നമുക്ക് വാട്ടർ ഡാൻസ് ഗ്ലോബൽ വില്ലേജിലേക്കായിരുന്നു. VIP പാസ്സായ കാരണം സ്പെഷ്യൽ എൻട്രൻസും പറഞ്ഞത് ശേഷം നമ്മളിതാ സ്കിഡും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഡാൻസ്. വേൾഡ് തന്നെ ഫസ്റ്റ് ഫെറാറി തീം പാർക്ക് ആയിരുന്നു യാസ്മാളിൽ 2010 ഓപ്പൺ. നേരെ പുതിയ ഷോപ്പായിട്ടുള്ള റീം ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്. നമ്മളെ ഈ വീക്കെൻഡിലെ കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരനായിട്ടുള്ള ഹനീഫ ഖാന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ വിശേഷങ്ങളും ഖത്തറിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഒരുപാട് സമയം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന്. പൊന്നൂസ് ആണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ എന്തെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടാ. ശേഷം നമ്മൾ നേരെ ഒരു ചായം കുടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇവിടെ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച കാരണം തന്നെ നല്ല തിരക്കായിരുന്നാലും പോലും നമ്മൾ അകത്ത് കയറിയിട്ടായിരുന്നു. നമ്മൾ ഒരു ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കാരണത്താൽ തന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് പൊന്നൂസിന്റെ എയർപിന് അതുപോലെ തന്നെ ഷൂസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം അവൾ ട്രോളിൽ ഇടുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ വൈഫും ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ട്രോളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് പഞ്ചായത്താക്കിയപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് ഗൾഫ് മാളിലെ സെൻട്രൽ പോയിന്റിലേക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ഉള്ള കാരണം തന്നെ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് ആളുകൾ ഓടിയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിന്റെ ഉറക്കം മാറാനായിട്ട് നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി RMBയിൽ എത്തിയതിനു ശേഷം നമ്മളൊരു ഡ്രസ്സും അതുപോലെ തന്നെ പൊന്നൂസിന്റെ ഡ്രസ്സും വൈഫിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ശേഷം ദുബായ് പോയുള്ള കാരണം തന്നെ മല്ലു ബാർബർ പോയിട്ടൊന്ന് മൊഞ്ചായിട്ടുണ്ടായിരുന്നിട്ടാ. പിറ്റേ ദിവസം നമ്മൾ വൈകിട്ട് നേരെ വിട്ടത് എയർപോർട്ടിലേക്കായിരുന്നു. എയർപോർട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കാനായിട്ട് നമ്മളതാ നസമോളോ റിയാസ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഒരു സെൽഫി വീഡിയോ അതുപോലെ തന്നെ സെൽഫി ഒക്കെ എടുത്ത് നേരെ നമ്മൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള എയർ അറേബ്യ ഫ്ലൈറ്റ് ആയിരുന്നിട്ടാ. ഷാർജയിലേക്കായിരുന്നു. കൗണ്ടറിന്റെ ഫ്രണ്ടിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ബോർഡിംഗ് പാസ് കിട്ടി. ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഫാമിലി ആയിട്ട് പോകുന്ന ആദ്യ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ട്. പൊന്നൂസിന് ചോക്ലേറ്റ് കൊടുത്ത് അവളെ ഹാപ്പി ആയിട്ടായിരുന്നു. ടേക്ക് ഓഫിനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ ബാലൻസ് ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് പൊന്നൂസ് അവിടെയുള്ള ഏരിയകളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഇന്നും പിടിച്ചുകൊണ്ട് ഒരുപാട് ഏരിയകളൊക്കെ നടന്ന് കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റിലേക്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ സീറ്റ് നമ്പർ ഒക്കെ നമ്മൾ സെലക്ട് ആക്കിയിട്ടായിരുന്നു. നമുക്ക് വിൻഡോ സീറ്റും അത് തൊട്ടടുത്തുള്ള സീറ്റും ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടേക്ക് ഓഫിന്റെ 48 അവേഴ്സ് മുന്നേ തന്നെ നമുക്ക് മെസ്സേജ് ഒന്നുണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി. അഡീഷണൽ പേയ്മെന്റ് ആണെങ്കിൽ ഫുഡൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ UAE കറൻസി ഒക്കെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു വെള്ളം അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ വാങ്ങിച്ച് സേഫ് ആയി ടേക്ക് ഓഫിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നെഗറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്കും കൊടുത്ത് നമ്മളും കഴിച്ച് ദോഹ ടു ഷാർജ എന്ന് പറഞ്ഞാൽ 1 hour മാത്രമേ ഉള്ളൂ. ഏകദേശം ഷാർജന്റെ ബോർഡറിലെത്തി നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് എക്സിറ്റ് അടിച്ച് എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഒക്കെ കിട്ടി നമ്മൾ നേരെ പുറത്തെങ്കിൽ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡ്യൂട്ടി ഫ്രീ ആണ്. നമ്മൾ UAEക്ക് വെൽക്കം ചെയ്യാനായിട്ട് പുറത്ത് ഉമ്മ ഉപ്പ ഇക്കാക്കമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് വന്നോട് കൂടി പൊന്നൂസ് അവരെല്ലാം കണ്ടുകൂടി നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ട സന്തോഷത്തിൽ പൊന്നൂസും തിരിച്ച് ഹായ് കൊടുക്കുന്നുണ്ട്. നമ്മളെ UAE ഫസ്റ്റ് എൻട്രി ആണ്. വെരി ഹാപ്പിയാണ്. പൊന്നൂസിനെ കിട്ടിയതിന് കൂടി ഉമ്മ ഇപ്പയും ഹാപ്പി ആയിട്ടായിരുന്നു. ശേഷം നമ്മൾ ഉപ്പാക്കും അതുപോലെ തന്നെ ഉമ്മാക്കും ഇക്കാക്കമാർക്കും എല്ലാവർക്കും ഹഗ്ഗൊക്കെ കൊടുത്ത് നമ്മളിതാ കുറഞ്ഞ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമ്മളെ ഫാമിലി കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും 1 വീക്ക് ഇനി UAEയിൽ ഉണ്ടായിരിക്കും. നമ്മൾ കൊണ്ടുപോകാനായിട്ട് തയ്ക്ക കാറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് ഷവർമ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി വെൽക്കം ആയിരുന്നു UAEക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജ ടു അബുദാബിയിലേക്കായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം നമ്മളത് അബുദാബി റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതാ നേരെ ഇക്കാന്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ലഗേജ് എല്ലാം എടുത്ത് മേലെ എത്തിപ്പോയി ഏകദേശം 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വരണം കാത്തിരുന്ന് നമ്മളിതാ ലിഫ്റ്റിൽ കയറി നേരെ ഫ്ലാറ്റിന്റെ അകത്തെത്തി. ലഗേജ് എല്ലാം നമ്മളിതാ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടയർഡായിരുന്നു. ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. പൊന്നൂസ് അവിടെ ആക്റ്റീവ് ആണ് കേട്ടോ. പൊന്നൂസ് നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതോട് കൂടി റൂമിലെത്തിയപ്പോൾ അവള് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഖത്തർ ടു UAE യാത്ര ഈ രീതിയിലൊക്കെ ആയിരുന്നു. ഏതായിരുന്നു അൽഹംദുലില്ലാ ഫ്ലാറ്റിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്. അബുദാബിയിലെ മോർണിംഗിലെ കാഴ്ചകളെ കാണുന്നത് കേട്ടാ. നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നൈറ്റിൽ ഇന്നലെ എത്തി നമ്മൾ നേരെ ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോണ്. ഉമ്മയിപ്പി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നല്ല നാടൻ കോഴി ഉണ്ടായിരുന്നു കേട്ടോ. കകാരും ഉപ്പി കൂടി കൂടിയിട്ട് നമ്മൾ ഫുഡാണ് കഴിച്ച്. പൊന്നൂസ് അപ്പുറത്തുണ്ട്. 1 വീക്ക് മാത്രമേ ഉള്ളൂ UAEയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എമിറേറ്റ്സിലും എത്തണം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് അല്ലൈൻ കാണ്ടാ. എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതാ കകാൻ ഡോഡ്ജിലാണ് പോകുന്നത് കേട്ടോ. നമ്മളെ എയർപോർട്ടിൽ നിന്നുള്ള ഇന്നലെ രാത്രിക്കത്തെ ട്രാവലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഏതായിരുന്നാലും നമ്മൾ ഫസ്റ്റിൽ പോകുന്നത് അല്ലൈനിൽ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ ഫ്രണ്ട് നമുക്കൊരു പാർട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് പോകുന്നത് യാത്ര സ്റ്റാർട്ട് ആയിട്ടുണ്ട്. UAE നാഷണൽ ഡേ ഓഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. UAE നാഷണൽ ഡേ വരുന്നത് December 2 കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധ ആൾക്കാരൊക്കെ കാണാൻ കഴിയും. അബുദാബിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു കാണുന്ന പള്ളിയിൽ നിന്ന് ലുഹർ നിസ്കരിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു. അബുദാബി ടു അല്ലൈൻ ഏകദേശം 150 കിലോമീറ്ററോളം ഏകദേശം 2 മണിക്കൂറോളം യാത്ര ഉണ്ട്. നമ്മൾ ലുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും പുറത്ത് ഒട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. യാത്ര വീണ്ടും സ്റ്റാർട്ടായി. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ചുവന്നിട്ടുള്ള ഡെസേർട്ടൊക്കെ കാണുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫൈനലി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഫ്രണ്ടിനെ കണ്ടോടുകൂടി ഹാപ്പി ആയിട്ടുണ്ട്. അല്ലൈനിലുള്ള
അൽകുവൈത്താത്ത് പാർക്കിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട്. ഗ്രീൻ സിറ്റി എന്നാണ് അലൈനെ കുറിച്ച് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ അകത്തേക്ക് പോകുന്നാക്കിയിട്ടായിരുന്നു. ചെന്നപ്പത്തിന് പൊന്നൂസിന്റെ ഒരു അടിപൊളി പാട്ടിട്ടാ. ശേഷം നമ്മൾ സെഫിയാത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പായി എല്ലാവരും ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊന്നൂസിന് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാ പൊന്നൂസിന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതാ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് പോണ്. മോള് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മൾ ഷെയ്ക്കാനൊക്കെ കൊടുത്ത് നമ്മൾ നേരെ നമ്മളെ എളാപ്പാനെടുത്താ പോയത്. വലിയ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്ന അവസാനം പൊന്നൂസിനെ ആദ്യമായിട്ട് കാണുന്നിട്ടാളാ. അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്ത അവസാനം എളാപ്പ പോയി. യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് മുബാറക്കിന്റെ ഷോപ്പിൽ കയറിട്ടാ. മുബാറക്കിനോട് പറയാൻ നമ്മൾ ഷോപ്പിൽ പോയതായിരുന്നു. ഏതായാലും മുബാറക്ക് കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാരന് ചങ്ങായി ഉണ്ടായിരുന്നു. അവനക്കും ഷെയ്ക്കാനൊക്കെ കൊടുത്ത് നമ്മൾ മുബാറക്കിന്റെ ഷോപ്പൊക്കെ ഒന്ന് കാണാൻ നോക്കി. അകത്ത് കയറിയപ്പോൾ ഒരുപാട് ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി നമ്മൾ കാലിക്കറ്റ് പാലസ് എന്ന റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ ചായ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോസിന്റെ അടുത്ത് ഐഫോൺ 17 Pro ഒക്കെ ഉണ്ടാ. കുറഞ്ഞ സമയക്കും കൂടി അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ കാക്കാന്റെ ഫ്രണ്ടൊക്കെ വന്ന് അവരോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ജബൽ ഹഫീദ് എന്ന് പറഞ്ഞ മലന്റെ മേലായിരുന്നു. നാഷണൽ ഡേ കാരണം തന്നെ നല്ല ക്രൗഡ് ആയിരുന്നു. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് അല്ല അതിന്റെ വ്യൂ കാണുന്നത്. മലമൊന്നും താഴേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോയത് സുഹൃത്ത് കബീറിന്റെ ഷോപ്പിൽ കയറിട്ടാ. കബീർ ഒന്ന് സർപ്രൈസ് ചെയ്താണ്. അവിടെ നെട്ടിപ്പോയിട്ടുണ്ട് എല്ലാവരും കൂടി കണ്ടോടുകൂടി. അവസാനം കബീർ നാട്ടിൽ വന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വന്നതാ. നമ്മൾ ഖത്തറിലേക്കും കബീർ യുഎയിലേക്കും പോകുന്നത്. കുറഞ്ഞ സമയം അവന്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ പോയത് ഉപ്പാന്റെ കഫീലിന്റെ വീട്ടിൽ കയറിട്ടാ. അവിടെ പോയി നല്ല ഗാവെല്ലാം കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് നേരെ വിട്ടത് നമ്മൾ നാട്ടുകാരൻ കുഞ്ഞുമോക്കാന്റെ വീട്ടിൽ കയറിട്ടാ. ബർഗറും ജ്യൂസും ഒക്കെ കുടിച്ച് കുറഞ്ഞ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ കുഞ്ഞുമോക്കാണ്ടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോയത് കാക്കാന്റെ ഫ്രണ്ടിന്റെ അടുത്തായിരുന്നു. ഷോപ്പിന്റെ അകത്തേക്ക് വരാൻ പറഞ്ഞ് അകത്തേക്ക് പോയതിനു ശേഷം പൊന്നൂസിന് ഒരു ടോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു. യു എ റോയൽ ഫാമിലിത്തെ ആളുകളൊക്കെ വന്ന് നിസ്കരിക്കുന്ന പള്ളിയാണ്ടാ. നേരെ അഡ്നോക്ക് പോയിട്ട് വീണ്ടും ഫ്യൂലൊക്കെ അടിച്ച് നമ്മൾ നേരെ അഡ്നോക്കിന്റെ സ്റ്റോറിൽ കയറിയിട്ട് തിരിച്ച് അബുദാബിയിലേക്ക് അത്യാവശ്യം സമയം റൺ ചെയ്യാണ്ട കാരണം തന്നെ ഇക്കാക്ക ഒന്ന് റെസ്റ്റ് എടുക്കണം പറഞ്ഞ ആ സമയം കൊണ്ട് കുറച്ച് നെറ്റ്സ് ഒക്കെ കഴിച്ച് നമ്മൾ സൈഡിൽ ഇരുന്നുണ്ടായിരുന്നിട്ടാ. റൈഡ് വീണ്ടും സ്റ്റാർട്ടായി. നമ്മൾ പുറത്തൊക്കെ നല്ല ഫോഗ് ആയിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്ക് പൊന്നൂസ് അൺബോക്സിംഗ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അല്ലേന്റെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ സി യു ബൈ. വെൽക്കം ബാക്ക്. നമ്മളെ യു എയിലെ രണ്ടാമത്തെ ദിവസമാണ്. യു എയിൽ 54ാമത് നാഷണൽ ഡേ ഉണ്ടാ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ലീവ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മളെ ഫ്ലാറ്റിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ശേഷം കാർണൂർ അനസ് എത്തിയിട്ടുണ്ടാ. ഏതായാലും വന്നവൊക്കെ നമ്മൾ ഒരു ഹഗ് കൊടുത്ത് ഏതായാലും ഇരുത്തിയിട്ടുണ്ട്. ശേഷം അനസിനും ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് കാക്കാന്റെ ഇന്ത്യയൊക്കെ ഫ്രണ്ട് ആയിട്ടുള്ള ഷംസീർ എത്തിയിട്ടുണ്ട്. ഷംസീറും ഹഗ്ഗൊക്കെ കൊടുത്ത് നമ്മൾ ഷംസീർ എല്ലാം കൂടി ഫുഡൊക്കെ കഴിച്ച് പഴയ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി. നാഷണൽ ഡേ കാരണം തന്നെ പല ഇവന്റുകളും പുറത്തുനിട്ടാ. എസ്പെഷ്യലി വർക്കൊക്കെ ഉണ്ട്. നമ്മളിതാ അതിനോട് തൊട്ട് മുമ്പായിട്ട് മരുവസ്കരിക്കാനായിട്ട് അബുദാബിയിലുള്ള മേരി മദർ ഓഫ് ജീസസ് മോസ്കിലേക്കായിരുന്നു പോയിരുന്നത്. മരുവസ്കാരത്തിന് ശേഷം നമ്മൾ നേരെ പോയത് യാസ് ഐലൻഡിലേക്കായിരുന്നു. ഐലൻഡിൽ പോകുന്നതിന് മുന്നായിട്ട് ബ്രിഡ്ജിന്റെ മേലൊക്കെ 54th നാഷണലിന്റെ ഭാഗമായിട്ട് പല ടൈപ്സിലുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ടാ. നമ്മളിതാ യാസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവന്റ് എടുക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മളിതാ പോയിട്ടുണ്ടായിരുന്നിട്ടാ. ലോക്കൽസിന്റെ ഒക്കെ പല ടൈപ്സ് ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടറുകളൊക്കെ കാണുന്നുണ്ടാ. എല്ലായിടത്തും ആളുകളൊക്കെ ലൈനിൽ നിൽക്കുന്നുണ്ട്. നമ്മളിതാ ഈ ഒരു ലൈനിൽ നിന്നപ്പോൾ നമുക്ക് കുറച്ച് സീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു. ശേഷം നമ്മളിതാ പൊന്നൂസിനെ നേരെ കൊണ്ടുപോയിട്ട് ഫേസ് പെയിന്റ് ചെയ്യാണ്ട് പോയി. ഇതിലൊക്കെ അവളെ പിടിച്ച് നിർത്തിയതിനു ശേഷം യുഎന്റെ ഫ്ലാഗ് അവളെ ഫേസിൽ വരച്ചിട്ടുണ്ടായിരുന്നിട്ടാ. ശേഷം വരച്ച ആൾക്ക് ഷെയ്ക്കാണ്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇവന്റ് എടുക്കുന്ന സ്റ്റേജിന്റെ ഫ്രണ്ട് പോയിട്ട് പൊന്നൂസ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇത്തിഹാദ് അറീനയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സ്റ്റേജ് വരുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇവന്റ് ഒക്കെ അബുദാബിയിൽ നടക്കുന്നത് ഇത്തിഹാദ് അറീനയിലാണ്. UFC ചാമ്പ്യൻഷിപ്പ്, എ റഹ്മാൻ ഷോ എല്ലാം ഇവിടുന്നായിരുന്നു. ഡാൻസ് കളിച്ച ക്ഷീണത്തിൽ നമ്മൾ ലൈനൊന്നും കൊണ്ട് നേരെ കിട്ടി നമുക്കൊരു ഗാവ് ഇട്ടിരുന്നത്. ഗാവ് ഒടിച്ചു വന്നപ്പോഴേക്കും ഫയർ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ റൂമിലേക്ക് പോയത്. അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരുന്നു 54th നാഷണലിന്റെ കാഴ്ചകൾ. അപ്പൊ സി യു നെക്സ്റ്റ് ഡേ. ബൈ. വെൽക്കം ബാക്ക്. നമ്മൾ യു എയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ മൂന്നാമത്തെ ദിവസം മോർണിംഗിലെ കാഴ്ചകളാണ്. നല്ല രീതിയിൽ തന്നെ ഫോഗാണ്. പൊന്നൂസൊക്കെ നല്ല ഉറക്കാണ്. ഉറങ്ങി നീറ്റിട്ടില്ല. നമ്മളതാ ഉറക്കെല്ലാം കഴിഞ്ഞ് നീറ്റിന് ശേഷം ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ സമതുക്ക വന്നിട്ടുണ്ടായിരുന്നു. സമതുക്ക നമ്മളെ യു എയിലേക്ക് വന്നവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നേരം നാട്ടിലെ വിശേഷങ്ങളും യു എയിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് ചായ എല്ലാം കുടിച്ചതിന് ശേഷം സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളെ യാത്ര ആരംഭിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റായിട്ട് വന്ന് നമ്മളിന്ന് പോകുന്നത് നമ്മളെ ഇക്കാക്കാന്റെ ഷോപ്പ് കാണാനായിട്ടാണ് പോകുന്നത്. അതായത് വണ്ടിയൊക്കെ സെറ്റായിട്ട് നമ്മൾ നേരെ വണ്ടിയിലും കയറി നമ്മൾ പോകുന്നത് അബുദാബിയിൽ തന്നെയുള്ള ഗലറിയ മാൾ കണ്ട. ഗലറിയ മാളിന്റെ അകത്താണ് ഇക്കാന്റെ ഷോപ്പ് വരുന്നത്. അതുകൊണ്ടാണ് റൈഡ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അൽമറിയ ഐലൻഡിന്റെ അകത്താണ് ഗലറിയ മാൾ വരുന്നത്. അങ്ങനെ ഫൈനലി ഗലറിയ മാളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഇക്കാന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇക്കാന്റെ ഷോപ്പ് സ്റ്റുഡിയോ ആണ് കേട്ടോ. സ്റ്റുഡിയോന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് സ്റ്റുഡിയോ എന്നാണ്. അകത്ത് കയറി ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ഉണ്ട്. മാഷാഅല്ലാഹ്. ഏതായാലും നമ്മളിതാ ഗലറിയ മാൾ ഒന്ന് കാണാനാക്കി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഉമ്മാനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് നമ്മൾ നേരെ മുസഫയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മുസഫയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു അറബിക് റെസ്റ്റോറന്റ് കയറി മന്തിക്ക് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാനായിരുന്നു. നമ്മളിതാ ശേഷം ഒരു സുലൈമാനും കഴിച്ച് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്ന ഇക്കാക്കാന്റെ മുസഫയിലെ ഷോപ്പ് കാണാനായിട്ടതാ. ഷോപ്പിന്റെ ലൊക്കേഷനിൽ എത്തിയത്. ആ ഷോപ്പിന്റെ അകത്തേക്ക് നമ്മൾ പോകുന്നത്
അൽഹംദുലില്ലാ നമ്മൾ ഷോപ്പിന്റെ വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ അഭിവാകനെ കാണാനായിട്ട് ഇരുന്നുണ്ട്. യോയിൽ ഒരുപാട് റിലേഷൻസും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ മെയിൻ ആയിട്ട് അവരെ പോയി കാണാൻ നമ്മൾ ഉദ്ദേശം. ഒന്ന് തൊട്ടടുത്തുള്ള പള്ളി പോയി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് കുഞ്ഞിപ്പാക്കാന്റെ അടുത്തായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കുഞ്ഞിപ്പാക്കാനെ കണ്ടിരുന്നത്. ചെറുപ്പകാലങ്ങളിൽ കളിതമാശകളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത കുഞ്ഞിപ്പാക്കാനെ വീണ്ടും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. ആ സ്നാക്സ് ഒക്കെ കഴിച്ച് ഒരുപാട് സമയം സംസാരിച്ചിരുന്നപ്പോഴും റസാഖാക്കി വന്ന ശേഷം നമ്മൾ മുസ്തഫാനെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ട പരിചയത്തിന്റെ പേരിൽ നേരെ മുസ്തഫാന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ പോയത് മദീന സായിദ് ഷോപ്പിംഗ് സെന്ററിലേക്കായിരുന്നു. ഫോട്ടോയിലൊക്കെ ഒരുപാട് പർദ്ദ ഷോപ്പുകളെ കണ്ട് നമ്മൾ നേരെ പോയത് ക്യാമ്പ് മാർട്ടിലേക്കായിരുന്നു. ക്യാമ്പ് മാർട്ടിൽ പോയി പൊന്നൂസിന് ഡ്രസ്സ് എടുത്ത് അതുപോലെ തന്നെ വൈഫിന് പർദ്ദെല്ലാം എടുത്ത് 2 ബീച്ച് ചെയർ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ നേരെ റൂമുക പോകുന്നത്. 3 കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ സീ യു നെക്സ്റ്റ് ഡേ, ബൈ. വെൽക്കം ബാക്ക്. നമ്മളെ യുഎയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതാ 4ാമത്തെ ദിവസം ഉണ്ടാ. നമ്മളിന്ന് പോകുന്നത് അസൽ കൈമൊക്കെ പോകുന്നത് നമ്മളെ കൂടെ 3 ദിവസം നമ്മളെ വലിയൊക്കെ ഉണ്ടായിരുന്നു. വലിയൊക്കെ വർക്കിന്റെ ഭാഗമായിട്ട് പോവാണ്. പ്രവാസി കാരണം തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാറില്ല. പല ആളുകളും പല സമയത്തും വെക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഒരുമിച്ച് കിട്ടിയതായിരുന്നു ഒരു 3 ദിവസം. അതുകൊണ്ട് തന്നെ കാക്കാരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അബുദാബി ടു റാസൽ കൈമ ഏകദേശം 250 കിലോമീറ്ററോളം 2.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. അങ്ങനെ റാസൽ കൈമന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഉപ്പാന്റെ സുഹൃത്തും കഫീലൊക്കെ ആയിട്ടുള്ള അവരെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് അവർ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇമാറത്തിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. ശേഷം നമ്മളെ അകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാനോട് വൈഫിനോട് അകത്തേക്ക് പോകാൻ പറഞ്ഞ ശേഷം നമ്മളിതാ നേരെ മജ്ലിസ് പോയി നമുക്ക് ഗാവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മളിതാ മജ്ലിസിന്റെ ഭംഗി ആസ്വദിക്കാണ്. ഒക്കെ ലക്ഷറി സ്റ്റൈൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ശേഷം നമ്മളൊരു സെൽഫി വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഡെസേർട്ട് കിട്ടി. കൂടെ തന്നെ അതാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാഴ്ചകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാനതാ ഊതും അതുപോലെ തന്നെ പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൈമ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മലകളുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മല ജബൽ ജയ്സിൽ പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ യാത്ര തിരിക്കാൻ വേണ്ടി പോണ്. അറബിന്റെ അടുത്ത് ഉപ്പ യാത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഉപ്പാക്ക് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടായിരുന്നു. അസൽ കൈമൊന്നും ജബൽ ജയ്സിലേക്ക് ഏകദേശം 15-20 മിനിറ്റത്തെ യാത്ര ഉണ്ട്. അതുപോലെ തന്നെ 17-18 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. യുഎയിൽ തന്നെ ഹയസ്റ്റ് മല ജബൽ ജയ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. വേൾഡിൽ തന്നെ ലോങ്സ്റ്റ് സിപ്പ് ലൈനും ഇവിടെ തന്നെ കേട്ടോ. വിന്റർ സമയങ്ങളിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൈനസ് വരെ എത്താറുണ്ട്. നമ്മളിതാ താഴെ ഭാഗത്തൊക്കെ പോയപ്പോൾ അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഏകദേശം 2000 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. യുഎയിൽ വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെ കേട്ടാ. തൊട്ടടുത്തൊക്കെ ടെലിസ്കോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളും നോക്കി ചെറിയ രീതിയിൽ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ശേഷം നമ്മളൊരു മല കയറിയിട്ട് കോഫി എടുക്കാനായിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. സാധിക്കും കൂടി കോഫിയും ഫ്രഞ്ച് ഫ്രൈസ് കൂടെ നമ്മളിതാ ഈ ഒരു വ്യൂവിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളിതാ വണ്ടിയിൽ കയറി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ജബൽ ജയ്സിൽ നമ്മൾ നേരെ പോയത് ഫുജേറയിലേക്കായിരുന്നു കേട്ടാ. ഫുജേറയിൽ പോകുന്ന റൂട്ടിൽ തന്നെ ഫ്രൈഡേ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളിതാ കോണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പല ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഷാബ്ഖാന്റെ ഷോപ്പിൽ പോയി ഷാബ്ഖാനായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ മസാഫിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാന്റെ വൈഫിന്റെ ഉപ്പാന്റെ കടയത് നമ്മളിതാ അകത്തെല്ലാം കയറി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മനോഹരനെ കാണാനായിട്ട് നമ്മളിതാ റൂമിൽ പോയിട്ടുണ്ടായിരുന്നിട്ടാ. മാസിയും മെഹസൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. മെഹസിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മെഹസക്ക് ഷെയ്ക്കാനും കൊടുത്ത് നമ്മൾ നേരെ അകത്ത് പോയപ്പോ മെഹസ ട്രോഫി കയറ്റി വന്നിട്ടുണ്ടായിരുന്നില്ല. കുറഞ്ഞ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതാ സെമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം കേക്കും കഴിച്ച് നമ്മളെല്ലാരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു. പൊന്നൂസിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ. മാസി മെഹസക്കും മാസിക്കൊക്കെ നമ്മൾ ഷെയ്ക്കാനും കൊടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി 2.25 മണിക്കൂറോളം യാത്ര ചെയ്ത് തിരിച്ച് അബുദാബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡേ 4 കാഴ്ചകൾ ഈ രീതിയിൽ സി യു ബൈ. വെൽക്കം ബാക്ക്. നമ്മളിതാ ഇമാറാത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ചയായി ജുമോസ്കരിക്കാനായിട്ട് നമ്മളിതാ യുഎയിലെ ഏറ്റവും ബിഗസ്റ്റ് മോസ്ക് ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാണ് പോകുന്നത്. നമ്മളൊരു ഡ്രീം വരുന്നുണ്ടാ ഷെയ്ഖ് സായിദ് മോസ്കിൽ പോയി നിസ്കരിക്കാന്നുള്ളത്. അങ്ങനെ ഫൈനലി 4ാമത്തെ കഴിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറാണ്. പാർക്കിൽ നിന്നും മസ്ജിദിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ ബഗ്ഗി സർവീസ് ഉണ്ട്. ബഗ്ഗി സർവീസും തേടി നമ്മൾ മുന്നോട്ട് നടന്ന് അങ്ങനെ ഫൈനലി ബഗ്ഗി സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 40,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റും. അകത്തും പുറത്തായിട്ട്. അകത്ത് മാത്രമായിട്ട് ഏകദേശം 7,800 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റും. പള്ളിയിൽ റീച്ച് ചെയ്യുന്നതിന്റെ ഏകദേശം 200 മീറ്റർ മുന്നേ ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി സ്ട്രിക്ട്ലി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അകത്ത് വേറെ ക്ലബ് കാറാണ്. ക്ലബ് കാർ നമ്മൾ യൂസ് ചെയ്ത് വീണ്ടും മസ്ജിദിന് തൊട്ടടുത്ത് നമുക്ക് പാർക്ക് ചെയ്തെന്ന് നേരെ അകത്ത് കയറാൻ വേണ്ടി പോവാണ്. തൊട്ടടുത്ത് തന്നെ ഷൂറാക്ക് ഉണ്ട്. ഷൂറാക്കിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഗോൾഡ് ഗ്ലാസ് മുസൈക്കും വൈറ്റ് മാർബിളും കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള പള്ളിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത്. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നിസ്കരിക്കാനുള്ള സമയത്തോടുകൂടി അകത്തേക്ക് പോവാണ്. وصحبه ومن والاه. أما بعد
അൽഹംദുലില്ലാ നമുക്ക് റാഹത്തായിട്ട് നിസ്കരിക്കാനൊക്കെ പറ്റിയ ശേഷം ആ പൊന്നൂസ് ഇതാ പുറത്തൊക്കെ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്ന എല്ലാ എൻട്രൻസിലും ഇതേപോലെ ബോക്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഷെയ്ഖ്സാദിന്റെ ഖബർസ്ഥാനം, അവിടെ പോയി അവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ദബിലെ ദറൽ മന്തിയിൽ പോയിട്ട് നമ്മൾ ആ ഫിഷ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് എന്താ ഫിഷ് ഒക്കെ ഗ്രിൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു. ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയത് യാസ്മാളിലുള്ള ഇക്കാരന്റെ ഷോപ്പിൽ കയറുന്നതാ. അൽഹംദുലില്ലാ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിട്ടുള്ള എല്ലാ ബ്രോസിനും നമ്മൾ ഷെയ്ഖാന്റെ കൊടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാളിന്റെ മറ്റുള്ള ഭാഗങ്ങൾ കാണാണ്ടായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നേരെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ സ്റ്റോറിന് മുന്നിൽ അതുപോലെ തന്നെ ഫെറാറി വേൾഡിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഫസ്റ്റ് ഫെറാറി തീം പാർക്ക് ആയിരുന്നു യാസ്മാളിൽ 2010 ഓപ്പൺ ആക്കിയത്. അകത്ത് കയറിയപ്പോ മുമ്പ് ചാമ്പ്യൻ ആയിട്ടുള്ള റേസിംഗ് കാറും വിന്റേജ് കാറും കാണാൻ പറ്റി. പിന്നെ പുറത്തിറങ്ങിയപ്പോ യാസ്മാളിന്റെ ഒരു ഫുൾ വ്യൂ ഇവിടുന്ന് പുറത്ത് കാണാൻ പറ്റി. ശേഷം പാച്ചിന്റെ ചോക്ലേറ്റ് വാങ്ങിച്ച് നമ്മൾ നേരെ ഗലറിയ മാൾ പോയിട്ടുണ്ടായിരുന്നു. ഷേഖ് ഷാക്ക് സ്റ്റോറിൽ പോയിട്ട് കോഫി വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗലറിയ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഇക്കാരന്റെ പുതിയ ഷോപ്പായിട്ടുള്ള റീം ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഷംസ് ബൗദ്ധിക് എന്ന് പറഞ്ഞ മാളിലാണ് എദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. ലേറ്റ് ആയി വന്ന കാരണം ഷോപ്പെല്ലാം ക്ലോസ്ഡ് ആയിരുന്നിട്ടാ. നമ്മൾ നേരെ ഇറങ്ങി നമ്മളെ പഴയ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോയി. പിന്നീട് നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാ ഫ്രഷ് മിൽക്കിനൊക്കെ 2 ലിറ്ററിന് 10 റിയാലുള്ളൂ. ഖത്തറിലെ പ്രൈസ് വെച്ച് നോക്കണമെങ്കിൽ പാലിന് വില കുറവാണെങ്കിൽ കുബൂസിന് വില കൂടുതലാണ് ട്ടാ. നമുക്ക് ഏകദേശം 13 റിയാലോളായി. ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ സി യു ബൈ. വെൽക്കം ബാക്ക്. യുഎഇന്റെ തലസ്ഥാനം അബുദാബി ആണെങ്കിലും ഇമാറാത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരല് ദുബായ് ആണ്. ആ ദുബായിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത്. അബുദാബി ടു ദുബായ് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ടാ. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം കാണുന്നത്. ദുബായ് ബോർഡർ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ പോകുന്നത് ദുബായ് മാൾ കണ്ട. ദുബായ് മാളിന്റെ പാർക്കിംഗ് നോക്കി നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ നടക്കാണ്ടായ കാരണം തന്നെ പൊന്നൂസിനെ സ്റ്റോളിലും വെച്ച് നമ്മൾ മാളിന്റെ അകത്ത് കയറി ആദ്യം പോയത് വാഷ്റൂമിൽ കയറുന്നിട്ടാ. വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഷ്റൂം ആയിരുന്നിട്ടാ. ശേഷം ഒരു മിറർ വീഡിയോ എടുത്ത് റിവ്യൂ കൊടുത്തതിന് ശേഷം നേരെ പോയത് പള്ളിയിൽ കയറുന്നിട്ടാ. റയറിന് ശേഷം ആദ്യം പോയത് ആപ്പിൾ സ്റ്റോർ കയറുന്ന ശേഷം ദുബായിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ബുർജ് ഖലീഫിന്റെ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. വാട്ടർ ഡാൻസിന്റെ സമയം കറക്റ്റ് ആക്കി വന്നതോടുകൂടി നമുക്ക് വാട്ടർ ഡാൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻഷാല്ലാ ഇതുപോലെ തന്നെ ഉണ്ട് നമുക്ക് ബുർജ് ഖലീഫിലും കയറാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പൊന്നൂസും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നീട് നമ്മളിതാ അക്വേറിയം കാണാനായിട്ട് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. 10 മില്യൺ ലിറ്റർ വെള്ളം ഉണ്ട് അതിന്റെ അകത്ത് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. തൊട്ട് മുമ്പ് തന്നെ ക്യാൻഡി മിഠായി ഉണ്ടാക്കുന്ന സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. അകത്ത് കയറിയപ്പോൾ പല ടൈപ്പ് ക്യാൻഡീസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവർ സാമ്പിൾ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് കിട്ടിയ മതി പെട്ടെന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 100 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. 18 ദിർഹംസ് ആയിരുന്നു ചാർജ് വന്നത്. ദുബായ് മാളിനോട് ബൈ ബൈ പറയുമ്പോൾ നേരെ പോയത് സലാം ഖാന്റെ വീട്ടിൽ കയറിട്ടാ. സലാം ഖാൻ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് പുറത്ത് ചിരിച്ചോണ്ട് കാത്തിക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴേക്കും ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നിട്ടാ. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ സുലൈമാനും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണ്ട. സലാമാക്ക് ജോലി ചെയ്യുന്ന വീടാണത്. സലാമാക്കോണ്ട് സലാം പറഞ്ഞ നമ്മൾ നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കായിരുന്നു. VIP പാസ്സായ കാരണം സ്പെഷ്യൽ എൻട്രൻസും അകത്ത് കയറിയപ്പോൾ തന്നെ ഗാവ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ദുബായ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫെസ്റ്റിവൽ പാർക്കാണ് ഗ്ലോബൽ വില്ലേജ്. 3500 കൂടുതൽ ഷോപ്സുകൾ തന്നെ വരുന്നുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള രാജ്യക്കാരെ ഫുഡ്, പല ടൈപ്പിലുള്ള എന്റർടൈൻമെന്റ്സ് ആണ് അതിന്റെ അകത്ത് വരുന്നത്. ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കോ ഗ്രില്ല് വന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഫുള്ളി സീ ഫുഡ് ആണ്. നമ്മളത് കല്ലുമുക്കായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞത്. ശേഷം നമ്മളത് സ്കിഡ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നിട്ടാ. പിന്നീട് നമ്മൾ പോയത് ലൈവ് റൈഡിനായിട്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള റൈഡ് ആസ്വദിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പൊന്നൂസൊക്കെ സ്റ്റേജ് പ്രോഗ്രാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് ഫയർ വർക്ക് കൂടി കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. തിരിച്ച് നമ്മൾ വീണ്ടും ദുബായിൽ പോയിട്ടുണ്ടായിരുന്നിട്ടാ. അഷ്കർ ഖാനും നിസാമിനായിട്ടൊക്കെ സംസാരിച്ച് നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് റാഹത്തായതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിലെ കാഴ്ചകൾ ഈ രീതിയിലായിരുന്നു. സി യു ബൈ. വെൽക്കം ബാക്ക്. ഒരാഴ്ചത്തെ യുഎയിലെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ തിരിച്ച് ഖത്തറിലേക്കാണ് പോവാണ്. നല്ല രീതിയിൽ തന്നെ ടെൻഷൻ ഉണ്ട്. ഉമ്മ ഉപ്പ ഇക്കമാരൊക്കെ വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഷാർജ ടു ദോഹ എയർ അറേബ്യ ഫ്ലൈറ്റിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. വന്ന അതേ സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റിനോട് ബൈ ബൈ പറഞ്ഞത്. ലിഫ്റ്റിലും കയറുമ്പോൾ നേരെ വണ്ടിയിൽ സാധനം വെച്ച് ഷാർജ ഡെസ്റ്റിനേഷൻ വെച്ച് റൈഡ് സ്റ്റാർട്ടായി. പൊന്നൂസിന് മിസ്സാവുന്ന ടെൻഷൻ ഉമ്മാക്കും ഉപ്പാക്കും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കൊറോണ റൈഡ് ചെയ്തതിനു ശേഷം അൽബേക്ക് പോയിട്ട് നമ്മൾ ബർഗറും നഗേറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിൽ കൂടുതൽ യാത്ര ഉണ്ടായ കാരണം തന്നെ വണ്ടി തന്നെ കഴിക്കാനാക്കി സ്പെഷ്യൽ ആയിട്ടുള്ള നഗേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ നേരെ ഷാർജ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. കാക്കാര ഷോപ്പിലേക്ക് ഫസ്റ്റിൽ പോകുന്നു കേട്ടോ. എന്താ വാട് റാത്തല്ലേ?
മുനീറിനടുത്ത് വരാൻ പറ്റുന്നുള്ള ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ആ ഷോപ്പിലെത്തി അൽഹംദുലില്ലാ എല്ലാരും കാണാൻ പറ്റി. നമ്മളെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് ഷെയ്ക്കാനും കൊടുത്ത് നമ്മൾ നേരെ ഷാടിക്കാൻ നോക്കിണ്ടായിരുന്നു. ഖത്തറിലെ ഹോട്ട് ആൻഡ് കൂളിന്റെ പുതിയൊരു ബ്രാഞ്ച് ഇവിടെ ഷാർജയിൽ തുടങ്ങിയതാണ്. നേരെ തിരിച്ചു വന്നതാ ഷോപ്പിലെത്തി, ഷോപ്പെല്ലാം കണ്ട് മാഷാ അല്ലാഹ് തിരിച്ചു പോകുന്ന സമയത്തോടുകൂടി ഇതാ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം മുനീർ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനായിട്ട് നമുക്കൊരു കവറിൽ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷനിൽ ഷാർജ എയർപോർട്ടിലേക്ക് വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ശേഷം ആ മുനീറോട് വീണ്ടും യാത്രയൊക്കെ പറഞ്ഞ നാട്ടിൽ നിന്ന് കാണാൻ വന്ന് പറഞ്ഞ ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു. ഷാർജ എയർപോർട്ടിന്റെ സൈൻ ബോർഡ് എല്ലാം കാണണ്ടായിരുന്നു. കാക്കാന്റെ റൈബാന്റെ സ്പെക്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഫൈനലി ഇതാ എയർപോർട്ടിലെത്തി എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നേരെ അകത്ത് ബോർഡിംഗ് എല്ലാം കിട്ടിയതിന് ശേഷം വെയിറ്റിംഗ് ഏരിയ പോയിരുന്ന തൊട്ടടുത്ത് തന്നെ കറൻസി എക്സ്ചേഞ്ചിൽ നമ്മൾ നാട്ടുകാരനായിട്ടുള്ള ആളെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാ. നേരെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊന്നൂസിന് വിഷമപ്പോ നഗറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറോളം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നിട്ടാ. അങ്ങനെ ഫൈനലി കോൾ ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിലേക്ക്. ഇതാ നമ്മളിതാ ഫ്ലൈറ്റിന്റെ ഫുൾ വ്യൂ കണ്ടിട്ട് അകത്തേക്ക് കയറാണ്. ആ ഒരു എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. ഓൺലൈനിൽ ബോർഡിംഗ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ. അങ്ങനെ യുഎനോട് ബൈ ബൈ പറഞ്ഞ നമ്മളതാ നേരെ ഖത്തറിലേക്ക് പറക്കാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞോട് കൂടി ഇത് പൊന്നൂസ് ഉറങ്ങിയിട്ടായിരുന്നിട്ടാ. അഡീഷണൽ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുനീർ എന്ന ഫുഡൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ ഖത്തർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ സീറ്റ് ആയ കാരണം തന്നെ കുറച്ച് ഡിലേ ആയി ഇറങ്ങുന്ന സമയത്ത് എയറോസിസ്റ്റ് പൊന്നൂസിന്റെ കൈയൊക്കെ പിടിച്ച് ഷെയ്ക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. ഖത്തറിലേക്ക് വീണ്ടും വന്ന സന്തോഷത്തിലാണ് പൊന്നൂസ്. എമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയായിരുന്നു. നമ്മളെ കൊണ്ടുപോകാനായിട്ട് മിച്ചും അപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷാർജ ടു ദോഹയിലെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ സീ യു ബൈ.